മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഒരു പ്രഭാതം കൂടി കാണുവാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മെ അത്രയധികം സ്നേഹിച്ചതുകൊണ്ടാണ് ഈ പ്രഭാതത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ടും ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ കാണാനും കേൾക്കാനുമൊക്കെ നമുക്ക് ഇടയാകുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുക എന്നാണ് പറയുന്നത്. ദൈവത്തിന് നമ്മളൊക്കെ അത്രയ്ക്ക് പ്രിയപ്പെട്ടവരും അമൂല്യരുമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പേര് ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ പേരുകൾ, നമ്മുടെ പ്രത്യേകതകളെല്ലാം ദൈവത്തിനറിയാം. ആ ദൈവത്തിൻ്റെ വലിയ കരുതലിനെ ഓർത്ത്, വലിയ സ്നേഹത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഈ പ്രപഞ്ചത്തോട് ചേർന്ന്, ഇതിലെ എല്ലാ ജീവജാലങ്ങളോടും ചേർന്ന് നമുക്കും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് നന്ദി പറയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ടും അപേക്ഷിക്കാം. ഈശോ നമുക്ക് അമ്മയായിട്ട് നൽകിയതാണ് പരിശുദ്ധ കന്യകാമറിയത്തെ. ആ അമ്മ നമ്മുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയുള്ളവളായിരിക്കും, നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. ആ അമ്മയെ വിളിച്ച് നമുക്കിപ്പോൾ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ മൊബൈലിന്, ഇൻ്റർനെറ്റിനൊക്കെ അടിമപ്പെട്ട എല്ലാ കുട്ടികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി മാതാപിതാക്കൾ അവരുടെ വിഷമങ്ങൾ പറയാറുണ്ട്. മക്കൾ മൊബൈൽ കയ്യിൽ നിന്ന് താഴെ വെക്കുന്നില്ല, മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവർ വയലൻ്റ് ആകുന്നു എന്നൊക്കെ. അങ്ങനെ വേദനിച്ചും ദുഃഖിച്ചും കഴിയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. അവരെല്ലാം ഈ മൊബൈലിനും അതുപോലെ ഇൻ്റർനെറ്റിനുമൊക്കെ അടിമപ്പെട്ട എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിൽ നിന്നൊക്കെ അവരെ വിമോചിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇവയുടെ ഉപയോഗം അവരുടെ പഠനത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഒരിക്കലും ബാധിക്കാത്ത വിധത്തിൽ ആയിരിക്കുന്നതിന് അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് അവരെല്ലാവരെയും സമർപ്പിച്ചിപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോയുടെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പുതിയ സൃഷ്ടികളായിട്ടും പുതിയ ആളുകളൊക്കെ ആയിട്ട് മാറുന്നത്. വചനത്തിലൂടെ ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിന് ശക്തിയുള്ളതാണ്. അത് മനസ്സിനെ പരിവർത്തനം വരുത്തുന്നതിന് പര്യാപ്തവുമാണ്. അങ്ങനെയുള്ള വചനങ്ങൾ നമുക്ക് ഈ പ്രഭാതത്തിൽ തരണമേ. നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതിന്, നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നതിന് ഉപകരിക്കുന്ന വചനങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രത്യേകം അപേക്ഷിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോഴാണ് ശക്തിയും ധൈര്യവും ഊർജ്ജസ്വലതയും ഒക്കെയുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നത്. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായപ്പോഴാണ്, ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോഴാണ് അവർ ശക്തിയും ഊർജ്ജസ്വലതയുമുള്ള ആളുകളായിട്ട് മാറിയത്.
നമ്മുടെ ജീവിതത്തിലെ അലസതയും നിഷ്ക്രിയത്വവും ഒക്കെ മാറ്റി ഉത്സാഹവും ഊർജ്ജസ്വലതയുമുള്ള ആളുകളായിട്ട് മാറുന്നതിന് ആത്മീയ അഭിഷേകം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ ശ്രവിച്ച് ധ്യാനിക്കാം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ശ്രോതാക്കളോട് അപേക്ഷിക്കുകയാണ് അപ്പസ്തോലന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ട് തീരും എന്നുമാണ്. എവിടെയോ വായിച്ച ഒരു കഥ ഓർത്തു പോവുകയാണ്. നേരം പാതിര ആയിരിക്കുന്നു, എല്ലാവരും തന്നെ ഉറക്കത്തിലാണ്. അപ്പോഴാണ് ഒരു റബ്ബിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും വായനയിലും പഠനത്തിലുമൊക്കെയാണ്. ഈ റബ്ബി തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നു. ശിഷ്യന്മാരും റബ്ബിയും ആ മനുഷ്യന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് ഈ റബ്ബി ആ ശിഷ്യന്മാരോട് വീണ്ടും പറഞ്ഞു, ഈ മനുഷ്യൻ തൻ്റെ ആ പ്രവൃത്തിയിൽ നിന്നും മാറി മാനസാന്തരപ്പെട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുന്നതിന് വേണ്ടി നിങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും. ശിഷ്യന്മാരും റബ്ബിയും പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ വിശ്രമിക്കുവാനായിട്ട് പോയി. പിറ്റേ ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ അവരാരും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നീട് ഓർക്കാനോ സംസാരിക്കാനോ ഒന്നും ഇടയായില്ല. അതിലൊരാൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടുത്ത ഗ്രാമത്തിലേക്ക് ഒരു യാത്രയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അയാൾക്ക് പരിചയമുള്ള ഒരാളെ കാണാനായിട്ട് ഇടയായി. ആഗതൻ അയാളോട് ചോദിച്ചു, താങ്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, എപ്പോഴാണ് ഇവിടെ വന്നത് എന്നും. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു മോശക്കാരനായ ഒരു മനുഷ്യനായിരുന്നു, ഞാനൊരു റിബലായിരുന്നു, നിയമങ്ങളും ഉപദേശങ്ങളും ഒന്നും ഞാൻ കേൾക്കുകയോ അനുസരിക്കുകയോ ഒന്നും ചെയ്യുകയില്ലായിരുന്നു, കുതിരകളെ മോഷ്ടിക്കുന്ന ജോലിയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നും. വീണ്ടും അയാൾ തുടർന്ന് പറഞ്ഞു, ഒരിക്കൽ കുതിരകളെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ 2 നല്ല കുതിരകൾ വയലിൽ നിൽക്കുന്നത് കണ്ടു. അവയെ മോഷ്ടിച്ച് വിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ രാത്രി ആ കുതിരകളെ മോഷ്ടിച്ച് വിൽക്കാനായിട്ട് ഞാൻ കുതിരാലയത്തിൽ ചെന്നു. അപ്പോൾ അബദ്ധവശാൽ ആ കുതിരയുടെ നോട്ടക്കാരൻ എഴുന്നേൽക്കുകയും ആളുകളെ വിളിച്ചു കൂട്ടുകയും ചെയ്തു. എനിക്ക് കുതിരയെ മോഷ്ടിക്കാൻ സാധിച്ചില്ല. ഞാൻ പിടിക്കപ്പെടുന്ന അവസ്ഥയായി. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ പിടിക്കപ്പെടാനായിട്ട് ഇടയാകരുത്. അങ്ങനെ പിടിക്കപ്പെടാതിരുന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തെ നവീകരിച്ച് ഈ തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം മാറി പുതിയ ഒരു വ്യക്തിയായിട്ട് മാറിക്കൊള്ളാമെന്നും. ഏതായാലും പ്രാർത്ഥന ഫലിച്ചു. അവരെന്നെ പിടിച്ചില്ല, അവർക്കെന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ആ മോഷണമൊക്കെ നിർത്തി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ ആഗതൻ ചോദിച്ചു, എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന്. അപ്പോഴയാൾ അത് സംഭവിച്ച തീയതിയും സമയവുമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് മാസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ റബ്ബി തങ്ങളോട് പറഞ്ഞതും അതുപോലെ തങ്ങൾ
പ്രാർത്ഥിച്ചതും എന്ന്. ഇത് ഒരു യഹൂദ കഥയാണ്. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അതുവഴിയായിട്ട് ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുമാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ ആവശ്യങ്ങളുമൊക്കെയാണ്. അത് മാത്രം പോരാ, മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനായിട്ട് സമയം മാറ്റിവെക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ട് അവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും, അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും എന്നാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുകളിലെ കഥയിലേക്ക് നമുക്ക് കടന്നു വരാം. മറ്റുള്ളവർക്ക് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമാണെന്നുള്ള അവബോധം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. തന്മൂലം ദൈവപ്രചോദനമനുസരിച്ച് ആ റബ്ബി പ്രാർത്ഥിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരെയും ഓർക്കുകയും നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട് അവരെ നമുക്ക് സഹായിക്കുവാനും അവരെ നമുക്ക് മാനസാന്തരപ്പെടുത്താനുമൊക്കെ സാധിക്കും എന്നാണ് ഈ കഥ നമ്മെ അനുസ്മരിക്കുന്നത്. പൗലോസ് അപ്പസ്തോലൻ ഗലാത്യക്കാർക്ക് എഴുതിയപ്പോൾ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ എന്ന്. എന്താണ് പൗലോസ് അപ്പസ്തോലൻ നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ പൂർത്തിയാക്കുവിൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അതുവഴിയായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ട് എപ്പോഴും തയ്യാറായിരിക്കണം എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും എഫെസസുകാർക്ക് എഴുതിയപ്പോൾ 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇവിടെ നമുക്കൊരു സംശയം തോന്നാം, വിശുദ്ധർക്ക് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അതോ അവരെ മാത്രമാണോ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന്? അത് ശരിയായിട്ടുള്ള ഒരു ധാരണയല്ല. പൗലോസ് അപ്പസ്തോലൻ തന്നെ പറയുന്നുണ്ട്, 1 തിമോത്തി 2:1 എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും ഉപകാരസ്മരണകളും അർപ്പിക്കുവിൻ, അത് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു എന്ന്. അപ്പോൾ വിശുദ്ധർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പാവപ്പെട്ടവർക്കും രോഗികൾക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കും അതുപോലെ തന്നെ തിന്മയിൽ കഴിയുന്നവർക്കും അധാർമിക ജീവിതം നയിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അർഹിക്കുന്ന ആളുകളുണ്ട്. രോഗികളായിട്ട് കഴിയുന്നവർ, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള വിഷമതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾ, ഇവരെല്ലാവരെയും നമുക്ക് ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുന്നത്, നമുക്കും പ്രാർത്ഥനയുടെ ഫലം ലഭിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം തന്നെ അനുസ്മരിക്കുന്നവർക്കെല്ലാം അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്നവനാണ് ദൈവം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും ദൈവം നമുക്കും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന സാഹചര്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ പ്രിയപ്പെട്ടവർ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ആളുകളായിട്ട് നമുക്ക് മാറാം. അതിനുള്ള കൃപയും അനുഗ്രഹവും തരണമേ എന്ന് നമുക്ക് ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ
തിന്മയുടേതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും കാത്ത് പരിപാലിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് TV-യെയും പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ TV ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും അറിയപ്പെടുന്നതിന് എത്തപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഇതുവരെ കടന്നില്ലാത്ത എല്ലാ മേഖലകളിലേക്കും ഈ ധ്യാന കേന്ദ്രത്തിൻ്റെയും ചാനലിൻ്റെയും പ്രവർത്തനം വഴിയായിട്ട് കടന്നു ചെല്ലാൻ വേണ്ടി നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി ഈ ധ്യാന കേന്ദ്രത്തിനും ഈ TV ചാനലിനും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മരിയൻ കൂടാരങ്ങളിലിരുന്ന് കൊന്തയൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് നമുക്കും നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കാം.
കർത്താവിൻ്റെ ആശീർവാദം ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ്സുകൾ നമുക്ക് നമിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ഈ വിരുന്നിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ഈ പ്രഭാതത്തിലും ദിവസത്തിലും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം, അനുഗ്രഹപ്രദമായ ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.